ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയ പ്രവർത്തകനായി മോഹൻലാൽ എത്തുന്ന ലൂസിഫറിന്റെ പത്രസമ്മേളനം ദുബായ് അർമാനി ഹോട്ടലിൽ വെച്ച് നടന്നു. സംവിധായകൻ പൃഥ്വിരാജ്, തിരക്കഥാകൃത്ത് മുരളി ഗോപി, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, താരങ്ങളായ ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. നരസിംഹത്തിനു ശേഷം തന്റെ ശക്തമായ കഥാപാത്രമായിരിക്കും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് മോഹൻലാൽ പറഞ്ഞു. എന്താണ് പറയുന്നത്, അകത്തുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റിയെ പ്രസന്റ് ചെയ്യാൻ നമുക്ക് പല രീതികളും പറ്റുമെങ്കിൽ വളരെ ഏറ്റവും ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെങ്ങനെ പ്രസന്റ് ചെയ്തു നിമിഷാദ് പിടിച്ചു വെച്ചു. അപ്പൊ അത് അത്രയും കാര്യങ്ങൾ ആ സിനിമയിൽ മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സിനിമ കാണുമ്പോൾ അതാണ് സിനിമയിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് അയാൾ ജീപ്പ് കയറി തലവത്തി പറയുകയെന്നല്ല. അപ്പൊ അങ്ങനെ ഭയങ്കര ഫോഴ്സ്ഡ് ആകുമ്പോഴാണ് നമ്മൾ ഒരുപാട് സിനിമകൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരുപക്ഷെ നരസിംഹം എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫോർമുല വെച്ച് എടുത്ത പല സിനിമകളും മോശമായിപ്പോയിട്ടുണ്ട്. നമുക്കറിയാം ആ സിനിമകൾ മോശമായി പോകും, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്തരത്തിലുള്ള കാര്യത്തിന് ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നതാണ് ക്രിക്കറ്റ്. അത് ഈ സിനിമയിലുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം കൂടിയാണ് ലൂസിഫർ. സിനിമയിൽ എത്തിപ്പെടുമെന്ന് വിചാരിക്കാതെ സിനിമയിൽ എത്തിപ്പെട്ട ആളാണ്. സിനിമ എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു സ്വന്തം സിനിമ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊരു ആഗ്രഹം വന്നു. 35 വയസ്സിനുള്ളിൽ ചെയ്യുന്നത് ഞാൻ എവിടെ പറഞ്ഞില്ല. ഐ തിങ്ക് ദാറ്റ്സ് ടേക്കൺ ഷേപ്പ് ഫ്രം ആൻ ഇന്റർവ്യൂ ഓഫ് മൈൻഡ്. എനിക്ക് ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഇന്റർവ്യൂവില്, ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, ജോണി ലൂക്കോസ് ആണെന്ന് എന്നോട് ചോദിച്ചു, in 10 years time where do you see yourself എന്ന് ചോദിച്ചപ്പോൾ I said hopefully I would have made a film of my own എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അതുപോലെ സംഭവിച്ചു എന്ന് മാത്രം. അത് എന്റെ പ്ലാനിങ്ങിലും എടുക്കുന്നതല്ല. ദാറ്റ്സ് ഓൾ, അതൊക്കെ ഡെസ്റ്റിനി അല്ലെങ്കിൽ ദാറ്റ്സ് പ്രോവിഡൻസ് എന്ന് ഞാൻ പറയുള്ളൂ. സോ ഇറ്റ് ഹാപ്പൻഡ്. പക്ഷെ ഐ നെവർ തോട്ട് എന്റെ ഒരു ആദ്യ സിനിമ എന്ന് പറയുന്നത് ഒരു ഇത്രയും വലിയ ഒരു പ്രൊഫൈലുള്ള ഒരു സിനിമയായി മാറുമെന്നോ, അതിലെ നായകൻ ലാലേട്ടൻ ആയിരിക്കുമെന്നോ, അതിന്റെ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂർ, ആശീർവാദ് സിനിമാസ് ആയിരിക്കുമെന്നോ, മുരളിയുടെ സ്ക്രിപ്റ്റ് ആയിരിക്കുമെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ സിനിമ ചെയ്യുന്നതിന് മുൻപ് തന്നെ, ലൂസിഫർ എന്ന സിനിമയുടെ ആശയം തുറക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ മുരളിയുടെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, സംഡേ മുരളിയുടെ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ഹിസ് റൈറ്റിംഗ്. ആൻഡ് മുരളിയുടെ ഒരുപാട് ഞാൻ പറഞ്ഞു, ചില ആശയങ്ങളെങ്കിലും അതിന്റെ കംപ്ലീഷണൽ സ്ക്രീനിൽ എത്താതെ പോയോ എന്ന ഒരു നിരാശയുള്ള ഒരു മുരളി ഗോപി ആരാധകൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, ഒരിക്കൽ മുരളിയുടെ സ്ക്രിപ്റ്റ് എനിക്ക് ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എനിക്കിവിടെ നശിപ്പിക്കാറ്. അങ്ങനെ എത്തിപ്പെട്ടതാണ് ഇതിലേക്ക്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മുരളി ഗോപിയാണ്. മഞ്ജു വാര്യരാണ് ചിത്രത്തിൽ നായിക. ബോളിവുഡ് താരം വിവേക് ഒബ്രോയ്, ഇന്ദ്രജിത്ത്, ടൊവിനോ തോമസ്, കലാഭവൻ ഷാജോൺ, ഫാസിൽ, മമത, ജോൺ വിജയ് എന്നിവരാണ് മറ്റു താരങ്ങൾ. ആക്ടേഴ്സിനെ ഇതിനെ ഇംബൈബ് ചെയ്യുന്ന ആക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ആ സീൻ മനസ്സിലാക്കുക, ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് സ്ക്രീൻ പ്ലേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഡയറക്ടോറിയൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡയറക്ടോറിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. അപ്പൊ ആ രീതിയിൽ എനിക്ക് രാജനെ പോലൊരു ഡയറക്ടറിനെ കിട്ടിയത് ഈ സിനിമയ്ക്ക്, ഇതിനെ മൗണ്ട് ചെയ്യാൻ അത്ര സൈസുള്ള ഒരു സിനിമയാണ്. അത് മൗണ്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു ഡയറക്ടറിനെ കിട്ടിയതിന്റെ ഇതിന്റെ ഒരു ഭാഗ്യം വന്നിട്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ലെജൻഡ്, അത് വലിയ ഭാഗ്യമാണ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ സിനിമയിലെ കഥയും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം. ഒന്നിൽ നിന്ന് വേർതിരിച്ച് പറയാനോ അതിനൊരു പ്രത്യേക ഒരു ഡെഫിനേഷൻ കൊടുക്കാനോ സാധിക്കില്ല. ഒന്ന് മാത്രം എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചു വന്നത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് എപ്പോഴും എനിക്ക്, പ്രത്യേകിച്ച് ലാലേട്ടന്റെ സിനിമകളിൽ ചെയ്യാനുള്ള ഭാഗ്യം. അതിനെനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ സംവിധായകരോടും ആന്റണി ചേട്ടനോട് പോലെയുള്ള നിർമ്മാതാക്കളോടുമാണ്. അപ്പൊ ഈ സിനിമയിലും ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് മുരളി എനിക്ക് വേണ്ടി എഴുതിയത്. ലാലേട്ടൻ്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കൂതര എന്നുള്ള സിനിമയില്. അതിനുശേഷം ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് ഇതാണ്. ചേച്ചിയുടെ കൂടെ ഞാൻ ഒരു സിനിമ ചേച്ചി മുരളി ചേട്ടൻ ഉണ്ടായിരുന്നു, മാമി എന്നുള്ള സിനിമ. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരും ഒക്കെയാണ്. ഇങ്ങനെ ഒരു വലിയ സിനിമയുടെ ചെറിയ ഭാഗമെങ്കിലും ആകാൻ പറ്റിയത്.
ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ലൂസിഫർ നിർമ്മിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ സിനിമയുടെ ഒരു ഡിസ്കഷന് നമ്മൾ ചെന്നപ്പോ രാജുവും മുരളിയും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നമുക്ക് കാണാൻ ഭയങ്കര കൊതിയുള്ള എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യാത്ത പോലെ ഒരു കാര്യം രണ്ടുപേരും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ ചർച്ചയിൽ തന്നെ. അതിൽ നിന്ന് തന്നെ ഇങ്ങനെ അത് നമുക്ക് പിന്നെ നമുക്ക് അതിന് കൂടുതലായിട്ടൊരു ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യം തോന്നിയില്ല. കാരണം ഞാൻ മോഹൻലാൽ സാർ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അതിനപ്പുറത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടറായിട്ട് എഴുത്തുകാരനായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ലാൽ സാറിനെ മലയാളികൾ ഒരു ആരാധനയോടെ കാണുന്ന എന്നെപ്പോലെ ഏറ്റവും ഒരു സ്നേഹത്തോടെ കാണുന്ന എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും ലൂസിഫർ എന്ന ചിത്രം. ഈ മാസം 28-ന് തിയേറ്ററുകളിൽ എത്തുന്ന ഈ പൊളിറ്റിക്കൽ ത്രില്ലറിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. നേരത്തെ ഉദ്യോഗജനകമായ രംഗങ്ങൾ കോർത്തിണക്കിയ ട്രെയിലറിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ബിഗ് 14.